ഫെബ്രുവരി 4 ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുകയാണ് അല്ലേ. എന്തൊക്കെയാണ് ഒരു കൊളോൺ ക്യാൻസറിൻ്റെ വാർണിംഗ് സയൻസ്? നമുക്കൊരു 4 വാർണിംഗ് സയൻസ് നോക്കാം. അതിൽ ഏറ്റവും നമ്മൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മലത്തിൽ ബ്ലഡ് കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു സ്ക്രീനിങ് നടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മുടെ ശോധനയിൽ മാറ്റം വരിക. വളരെ പെട്ടെന്ന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുക, അല്ലെങ്കിൽ വയറിളക്കം ഉണ്ടാകുക. ഈ കോൺസ്റ്റിപ്പേഷനും വയറിളക്കവും ഡയറിയ ആൾട്ടർനേറ്റ്സ് വിത്ത് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന മാറി മാറി വരുന്ന അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ കുടലിൻ്റെ ഒരു സ്ക്രീനിങ് നടത്തേണ്ടതായിട്ടുണ്ട്. അൺഎക്സ്പ്ലെയിൻഡ് അനീമിയ, അതായത് നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു വളർച്ച, എന്താ കാരണം എന്നറിയാത്തൊരു വളർച്ച നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ, രക്തക്കുറവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കുകയും അതിൽ കൊളോൺ സ്ക്രീനിങ്, നമ്മുടെ കുടലിൻ്റെ ഒരു സ്ക്രീനിങ് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നാലാമത്തതായിട്ട് അൺഎക്സ്പ്ലെയിൻഡ് വീക്ക്നെസ്, നമുക്ക് എന്താണെന്നറിയാത്തൊരു ക്ഷീണം, എപ്പോഴും ഉറക്കം വരിക, കിടക്കണം തോന്നുക, ദഹനക്കേടുകൾ അടിക്കടിയായിട്ട് ഉണ്ടാകുക, വയറ് വീർത്ത് കിട്ടുന്ന ബുദ്ധിമുട്ടുണ്ടാകുക, വയറുവേദന ഉണ്ടാകുക, അതുപോലെ ഈ ദഹന പ്രശ്നങ്ങളും കൂടെ ഉണ്ടാകുക, ഒപ്പം ഈ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു വാർണിംഗ് സൈനായി കണ്ടുകൊണ്ട് ഒരു കൊളോൺ സ്ക്രീനിങ്, കുടലിൻ്റെ ഒരു സ്ക്രീനിങ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ക്യാൻസറിൻ്റെ തന്നെ ലക്ഷണമായിക്കൊള്ളണമെന്നില്ല, പക്ഷേ ക്യാൻസറിൻ്റേതല്ല എന്ന് നമ്മൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. താങ്ക് യു.